കേരളത്തിൽ കിടന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയുമൊക്കെ പുകയിൽ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. മറ്റൊന്നുമല്ല, ആരിഫിന് അടുത്തൊരു ടേം കൂടി കേരളത്തിൻ്റെ ഗവർണറായി ഇരുന്ന് സുഖിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഇതിനായുള്ള വിഷയങ്ങളാണ് വിധം ഉണ്ടാക്കി വെച്ച് ഇടത് സർക്കാരിനെതിരെ താൻ കരുത്തനായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ വരുത്തി തീർത്തത്. കേന്ദ്രം പ്രീതിപ്പെടണമല്ലോ. കേരളത്തിനെതിരെ പ്രതികാര മനോഭാവം ഇപ്പോഴും തുടരുന്ന കേന്ദ്രത്തിന് പറ്റിയ കൂട്ട് തന്നെയാണ് ആരിഫ്. കേരളത്തിനെതിരെ ഇനി കേന്ദ്രം നീക്കുന്ന ഓരോ ദ്രോഹ നടപടികൾക്കും ഇവിടെ പിന്തുണയ്ക്കാനും അതിൻ്റെ തീ ആളിക്കത്തിക്കാനും വേവ് ഉണ്ടോ വേവ് പോരെയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാനുമൊക്കെ ആരിഫ് തക്ക കക്ഷിയാണെന്ന് കേന്ദ്രത്തിന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. സെപ്റ്റംബറിൽ തന്റെ കാലാവധി പൂർത്തിയാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും സംസ്ഥാന ഗവർണറായി നിയമിച്ചേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനയല്ല, ഗവർണർ അതിനുവേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തേക്കാണ് ഗവർണർ നിയമനമെങ്കിലും കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ആ ചുമതല നീട്ടി നൽകാം. കാലാവധി പൂർത്തിയാക്കിയാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ ഈ ഗവർണർ കസേരയിൽ ഇരിക്കാനുമാകും. അവരൊറ്റ പഴുതിലൂടെ കേരളത്തിൽ സുഖിച്ച് കഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടായെങ്കിൽ അത് ഗവർണറുടെ നടപടി കൊണ്ട് മാത്രമാണെന്നാണ് ഇപ്പോൾ ഗവർണർ കേന്ദ്രത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. BJP ഘടകം പറഞ്ഞിരിക്കുന്നത് ഗവർണർ അതിലൊരു ഘടകമാണെന്നാണ്. എവിടെ മുന്നേറ്റമുണ്ടായി എന്ന് തൃശ്ശൂർ ഒഴികെ എവിടെ മുന്നേറ്റമുണ്ടായി എന്നതിന് കണ്ടറിയണം. രാഷ്ട്രീയ ദുഷ്ലാക്കോടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പല നടപടികളെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർത്തു, തടയിട്ടു. ഇതൊക്കെ കേന്ദ്രത്തിനുള്ള ക്രെഡിറ്റാണ്. ഇതൊക്കെ ഒരു തന്ത്രമാണെന്നൊക്കെ താമസിയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. കാരണം തമിഴ്നാട് ഗവർണറോട് സുപ്രീം കോടതി നൽകിയ താക്കീതിനാണ്. അതുകൂടി ഗവർണർക്ക് പുനർനിയമനം നൽകുന്നതിന് മുമ്പ് ഒന്ന് കേന്ദ്രം ആലോചിക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാന നിയമസഭ ഇരു കക്ഷികളുമായി പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഗവർണർക്കായി. പിന്നീട് ഗവർണർ അതൊപ്പിട്ടു. അത് LDF സർക്കാരിനുള്ള ഒരു കനിവാണെന്ന് ഗവർണർ കരുതിയെങ്കിൽ തെറ്റി. ഗവർണർ വെല്ലുവിളിച്ചതും ആ ബില്ലൊക്കെ വെച്ച് താമസിപ്പിച്ചതും കേരളത്തിലെ ജനങ്ങളോടുള്ള അവകാശങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഗവർണർ തുറന്ന പോരെ കേന്ദ്രത്തിന് നന്ദി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അത് നന്ദി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കാം, ഒരു തവണ കൂടി ആരിഫ് ഖാനെ ഗവർണർ പദവിയിൽ ഇരുത്തുകയാണെങ്കിൽ നഷ്ടം ഇവിടുത്തെ BJPക്കാർക്ക് മാത്രമായിരിക്കും. LDF സർക്കാരിൻ്റെ ഭരണഘടനാപരമായി ഒന്നും ചെയ്യാനാകില്ലെന്ന് പല ആവർത്തി ആരിഫ് മുഹമ്മദ് ഖാനും BJPക്കുമൊക്കെ ബോധ്യപ്പെട്ടതാണ്. പിന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഇടയ്ക്കിടെ ആവേശം നൽകാൻ, ഒരു ഇക്കിളി നൽകാൻ ഒരു ഗവർണർ പദവി, ആ പദവി അത്ര താഴേക്ക് പതിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റും ഈ ആരിഫ് മുഹമ്മദ് ഖാന് തന്നെയാകും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.